Okay, it's ഇവിടെ ഉണ്ട് പോയിട്ടില്ല കേട്ടോ. Okay, then okay, ഇപ്പൊ നമ്മൾ പറഞ്ഞത് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നമ്മള് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ അതിൽ വരും. അപ്പോൾ കുറെ നമ്മൾ തന്നെ വായിച്ച എഫോർട്ട് എടുത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ തേർഡ് ഫോർത്ത് മോഡ്യൂൾസിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് പഠിച്ച പോലെ അത്ര സിമ്പിൾ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഇതിന് കുഴപ്പമില്ല. നമ്മൾ എത്ര ടഫ് ആണെങ്കിലും അതിന് നമ്മുടേതായ രീതിയിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ, എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഓരോരുത്തർക്കും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എത്ര ടഫ് ആണെങ്കിലും ചിലവർ നമുക്ക് ആ ഒരു നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു ചിന്ത മനസ്സിലോട്ട് വരും. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. എത്ര ടഫ് ആണെങ്കിലും നമ്മൾ അതിനെ മാക്സിമം സിമ്പിൾ ആക്കി മാക്സിമം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലോട്ടാണ് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. തുടക്കത്തിൽ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് പോരാട്ടങ്ങളൊക്കെ കരുതിയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മള് ഫസ്റ്റ് തുടങ്ങുന്നത് ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. തേർഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റലുകളിലെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ? ഔട്ട് പേഷ്യന്റ് എന്താണ്, ലേബർ റൂം, അങ്ങനെ ഓരോരോ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഹോസ്പിറ്റലില് ഒരു അസുഖമായിട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ചുമ്മാ ഒരു ഹോസ്പിറ്റലില് ഒരു 7 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 5 ഡേയ്സോ നിങ്ങൾ അഡ്മിറ്റഡ് ആയി ഡിസ്ചാർജ് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് പോരാൻ പറ്റുമോ? ഇങ്ങനെയാ ഡിസ്ചാർജ്. ചിലപ്പോ രാവിലെ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും കഴിയാനായിട്ട് ഉച്ചവരെ സമയം എടുക്കും. നമ്മൾ വീട്ടിലെത്തുമ്പോഴും ചിലപ്പോൾ വൈകിട്ടാകും ഇല്ലേ? ചില ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര പ്രോസസ്സും കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ തിരക്കുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി നേരം നമ്മൾ അതിന് വേണ്ടി ഇരിക്കേണ്ടി വരും. നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് റെഡി ആയിരുന്നാൽ പോലും ചിലപ്പോൾ ഒരു ഉച്ച വരെ എടുക്കും. ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോകണമെങ്കിൽ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത് അല്ലെ. നമുക്ക് കൂടുതലായിട്ട് ഡിസ്ചാർജിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഇല്ല. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ബില്ല് പേയ്മെന്റ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡന്റ് എന്ന നിലയിൽ നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കാം. ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ. ഇനി എന്താണ് ഡിസ്ചാർജ്? അതാദ്യം ചോദിക്കട്ടെ. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുള്ള കാര്യം എന്താണ് ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. വലിയ വളരെ സാഹിത്യപരമായിട്ടൊന്നും വേണ്ട, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ മതി. എന്താണ് ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവരെ വിടുന്നത് അല്ലെ? ഓക്കെ, ട്രീറ്റ്മെന്റ്സ് ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പേഷ്യന്റിനെ വീട്ടിലേക്ക് തിരികെ വിടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, നോക്കാം. ഡിസ്ചാർജ്. A discharge from hospital is formal release of patient from hospital after procedures of a course of treatment. Underline ചെയ്യാം കേട്ടോ. എന്താണ് ഡിസ്ചാർജ്? ഡെഫിനിഷൻ ആണ് പറയുന്നത്. Discharge from hospital is formal release of patient. അല്ലെ? ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ചികിത്സയുടെ എല്ലാ പ്രൊസീജിയേഴ്സിനും ട്രീറ്റ്മെന്റ്സിനും ശേഷം ഒരു ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യന്റിനെ നമ്മൾ ഫോർമൽ ആയിട്ടാണ് ഔപചാരികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. വിടുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഈ ഫോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ? നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബില്ലിങ്ങും പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് വിളിക്കുക? ഫോർമൽ റിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ എന്താണ് ഡിസ്ചാർജ് എന്നുള്ള ഡെഫിനേഷൻ ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഒപ്പം വായിച്ചു തന്നെ പോകാം കേട്ടോ. A discharge from hospital is the formal release of patients from a hospital after a procedure of a course of treatment അല്ലെ? നമ്മൾ ഒരു ചികിത്സയുടെ പൂർത്തിയായതിനു ശേഷം പേഷ്യന്റിനെ നമ്മൾ ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഡിസ്ചാർജ് എന്ന് പറയുന്നത്. A discharge happens whenever a patient leaves hospital on the completion of treatment. എപ്പോഴൊക്കെയാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ആക്കുന്നു എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് whenever a patient leaves hospital on completion of treatment. ഒരു പേഷ്യന്റിന് നമ്മൾ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. Then signing out against medical advice. അല്ലെ? മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. AMA പഠിച്ചിട്ടുണ്ടോ? നമ്മളെ മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് എന്താണ് നമുക്ക് പഠിക്കാം അല്ലെ? നമുക്ക് അറിയാലോ, ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വന്തം ഇഷ്ടത്താൽ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നു.
Then മൂന്നാമതായിട്ട് പറയുന്നത് ട്രാൻസ്ഫറിംഗ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, നമ്മള് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്, അതും ഒരു ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ചിലപ്പോ ഇവിടെ പേഷ്യൻസിന് തുടർ ചികിത്സയ്ക്കുള്ള എക്യുപ്മെന്റ്സോ സൗകര്യങ്ങളോ ഒന്നും ഫെസിലിറ്റി ഉണ്ടാവില്ല. സോ നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റൊരു നല്ലൊരു ഫെസിലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതും ഒരു ഡിസ്ചാർജ് ആണ്. ദെൻ ഓൺ ഡെത്ത്, ചിലപ്പോ നമ്മൾ ചികിത്സയുടെ ആ ഒരു ടൈമിൽ തന്നെ പേഷ്യന്റ് മരണപ്പെട്ടേക്കാം. അപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. മരണപ്പെടുകയാണല്ലോ, അപ്പൊ ആളെ വീട്ടിലേക്ക് വിടുകയാണ് അല്ലെ, അപ്പൊ അത് ഡിസ്ചാർജ് ആണ്. അപ്പൊ 3 തരത്തിലാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒന്ന് ട്രീറ്റ്മെന്റിന്റെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നു. ദെൻ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ദെൻ ട്രാൻസ്ഫർ. 4 തരത്തിലാണ്. 4മതായിട്ട് ഡെത്ത്. ക്ലിയർ ആണോ? അത്രയും ഭാഗം ഓക്കെ ആണോ? എന്താണ് ഇപ്പൊ ഡിസ്ചാർജ്, ദെൻ എങ്ങനെയെല്ലാമാണ് നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് വായിച്ചു നോക്കിയേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ എന്ന്. ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണോ? എല്ലാവർക്കും വായിച്ചിട്ട് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിൽ നിലവിലുള്ളത്? റൂട്ടീൻ ഡിസ്ചാർജ്, AMA ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ. ഓക്കെ, അപ്പോ ഡിസ്ചാർജസ് ആണ് നമ്മൾ ടൈപ്പ് ഓഫ് ഡിസ്ചാർജസ് ആണ്. റൂട്ടീൻ ഡിസ്ചാർജ് ഉണ്ട്, AMA വിപരീതമായിട്ട് പോകുന്നു, ദെൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, ദെൻ ഹോസ്പിറ്റൽസ് ആൻഡ് പാലിയേറ്റീവ് കെയർ. ഹോസ്പൈസ്, എന്താ ഹോസ്പൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പൈസ് മീൻസ് അഭയ കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയും. പാലിയേറ്റീവ് കെയർ പോലെ തന്നെ അഭയ കേന്ദ്രങ്ങൾ. ഓക്കെ, ദെൻ നമുക്കിനി ഓരോ ടൈപ്പിലുള്ള ഡിസ്ചാർജസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് വൺ നോക്കാം, റൂട്ടീൻ ഡിസ്ചാർജ് അല്ലെ. നോക്കാം, റൂട്ടീൻ ഡിസ്ചാർജ് എ പ്ലാനഡ് ഡിസ്ചാർജ് ഓൺ അഡ്വൈസ് ഡോക്ടർ. ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് പ്രകാരമുള്ള പ്ലാനഡ് ഡിസ്ചാർജ്. നോർമൽ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് ഓക്കെ ആയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് ആളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം അല്ലെ എന്നുള്ളൊരു ഡിസ്ചാർജ് ആണ് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നോക്കാം, routine discharge is referred to as the process of patient being discharged from a hospital or healthcare facility after getting medical treatment or care. Underline cheyato. എന്താണ് routine discharge എന്ന് പറയുന്നത്? Routine discharge is referred to the process of a patient being discharged from hospital. പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. എപ്പോ? ആഫ്റ്റർ ഗെറ്റിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓർ കെയർ അല്ലെ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണവും അതുപോലെ തന്നെ ചികിത്സയും കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക? റൊട്ടീൻ ഡിസ്ചാർജ്. സാധാരണയായിട്ടുള്ള ഒരു നോർമൽ ഡിസ്ചാർജ്. അണ്ടർലൈൻ ചെയ്തോ? എന്താണ് റൊട്ടീൻ ഡിസ്ചാർജ്? ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ ഫസ്റ്റ് സെന്റൻസ്? The healthcare team will then provide the patient with information about their condition, medications, follow-up care, and any lifestyle changes unnecessary for them. Then, ഇങ്ങനെയുള്ള ഒരു റൂട്ടീൻ ഡിസ്ചാർജിന് ശേഷം പേഷ്യന്റിന് ഹെൽത്ത് കെയർ ടീം, അതായത് ഡോക്ടേഴ്സോ നഴ്സസോ എന്ത് ചെയ്യുന്നു? അവരുടെ കണ്ടീഷനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ കൊടുക്കും. അതുപോലെ തന്നെ മരുന്നുകൾ, മെഡിക്കേഷൻസ് കൊടുക്കുന്നു, ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കുന്നു. ദെൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് ജീവിതശൈലി മാറ്റങ്ങൾ. ഇപ്പോ എന്തെങ്കിലും ഫുഡിന്റെ ഡയറ്റ് ചാർട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. നമ്മള് നോർമലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ഒക്കെ ആയി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഡോക്ടറെ പോയി കാണാറുണ്ട് അല്ലേ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരാഴ്ചക്കുള്ള മരുന്നുകളും മെഡിസിൻസ് നമുക്ക് തരും. അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറയും. ചിലപ്പോൾ കുറച്ചുകൂടി നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും എന്ന് പറയും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്നിട്ട് എന്ത് ചെയ്യണം? ചെക്കപ്പിന് വേണ്ടി വരാനൊക്കെ നമ്മളോട് നിർദ്ദേശിക്കാറില്ലേ? അല്ലാതെ ഡിസ്ചാർജ് ചെയ്ത് ആ വഴി വിടുകയാണോ? എങ്ങനെയാണോ ചെയ്യുന്നത്? ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഫോളോ അപ്പ് ഡോക്ടേഴ്സ് തരാറുണ്ട് അല്ലേ. ചിലപ്പോൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് കൂടി മരുന്ന് കഴിക്കൂ
ദെൻ ഒന്നുകൂടി നമുക്ക് വന്ന് കാണണം അല്ലെ, നമുക്ക് ഒന്നുകൂടി ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്ന് പറയും. സോ ഒരു ഫോളോ അപ്പ് കൂടി നമുക്ക് അതിലൂടെ ലഭിക്കുകയാണ്. അത് ഏത് ഡിസ്ചാർജിലാണ്? റൊട്ടീൻ ഡിസ്ചാർജിൽ, ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് പ്രകാരമുള്ള ഡിസ്ചാർജിൽ. ഓക്കെ, ദെൻ റൊട്ടീൻ ഡിസ്ചാർജ് ഓക്കെ ആണോ? മനസ്സിലായോ എന്താണ് റൊട്ടീൻ ഡിസ്ചാർജ് എന്ന്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ മാക്സിമം ഞാൻ ക്ലിയർ ആണോ ഓരോ പാരഗ്രാഫ് എടുത്തു കഴിയുമ്പോൾ ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ അത് കയറണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യം വരില്ല. അത്രയും നിങ്ങൾ ആ മൈൻഡിലോട്ട് നമ്മൾ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ കയറിയിരിക്കണം. ഓക്കെ, പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ അനുസരിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ എക്സാമിന് നമ്മൾ ക്ലാസ്സിൽ കേട്ട ആ ഒരു അനുഭവം വെച്ച് എഴുതിയോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? പറ്റിയോ? യെസ്, ഒരാൾക്ക് മാത്രം പറ്റിയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കൂടി കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ഫുൾ അറ്റൻഡ് ചെയ്തത്. രേവതി അപ്പൊ പഠിച്ചൊന്നുമില്ല, അത്രയും അങ്ങനെ ഫുൾ മൈൻഡ് വെച്ചിട്ടാണ് എഴുതിയത്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് അത്രമാത്രം എന്താ പറയാ റിപ്പീറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നതായാലും ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അല്ലെ. ഓക്കെ, റൊട്ടീൻ ഡിസ്ചാർജ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. റൊട്ടീൻ ഡിസ്ചാർജ് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ റൊട്ടീൻ ഡിസ്ചാർജ്? എന്താണ് റൊട്ടീൻ ഡിസ്ചാർജ് നോക്കിയാണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ AMA ഡിസ്ചാർജ്. AMA ഫുൾ ഫോം എന്തായിരുന്നു? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലാമ പഠിച്ചു. ലാമ പഠിച്ചോ? LAMA പഠിച്ചോ? ലാമ ഫുൾ ഫോം എന്താ? ലാമ ഫുൾ ഫോം പഠിച്ചോ? AMA എന്താ ഫുൾ ഫോം? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അപ്പോ ലാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ദെൻ നോക്കാം AMA ഡിസ്ചാർജ് എന്താണെന്ന് നോക്കാം കേട്ടോ. AMA discharge indicates against medical advice. അണ്ടർലൈൻ ചെയ്യാം, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട്, അതായത് ഡോക്ടർ പറയുന്നതിന് വിപരീതമായിട്ട്. AMA discharge indicates against medical advice discharge, which occurs when a patient takes decision to leave a hospital or healthcare facility before their treatment is complete against the advice of their healthcare providers. Like ചികിത്സയുടെ ചികിത്സ കംപ്ലീറ്റ് ആവുന്നതിന് മുൻപും അതോടൊപ്പം തന്നെ എന്താണ് ഡോക്ടേഴ്സിന്റെ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലീവ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി AMA ഡിസ്ചാർജ് മേ ഒക്യൂർ ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ് ഇൻക്ലൂഡിങ്. ഇനി ഈ AMA ഡിസ്ചാർജിന് പല കാരണങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങൾ കുറെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും AMA ഡിസ്ചാർജ്. ആണോ? ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ? ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, അതിന്റെ കൂടുതലായിട്ട് നമുക്ക് അറിയില്ല അല്ലേ. നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പോയിട്ട് അപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്ന പുതിയൊരു അറിവാണ് അല്ലേ. നോക്കാം, AMA ഡിസ്ചാർജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം അല്ലാതെ പേഷ്യന്റിന്റെ ഇഷ്ടപ്രകാരം പേഷ്യന്റിന് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നതിനെയാണ് എന്ത് വിളിക്കുക? AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇങ്ങനെ AMA ഡിസ്ചാർജ് വാങ്ങിച്ചു പോകാനായിട്ട് പല റീസൺസ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് റീസൺസ് എന്നാണ് പറയുന്നത്? നോക്കാം, ഇൻക്ലൂഡിംഗ് ഡിസൈർ ടു ലീവ് ഹോസ്പിറ്റൽ ഏർലി. നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ വിട്ട് പോകാനായിട്ടുള്ള ആഗ്രഹം, അതായത് ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹം. Then disagreement with the recommended treatment plan. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനിനോടുള്ള ഒരു ഡിസഗ്രി, താല്പര്യമില്ലായ്മ. ചിലപ്പോൾ ഒരു 7 days കിടക്കണം എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് താല്പര്യം ഉണ്ടാവില്ല.
or defect with the quality of care. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അതിനുള്ള ഒരു ക്വാളിറ്റി കെയർ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഫെസിലിറ്റി ഇല്ലായ്മ തോന്നിക്കാണാം. സോ നല്ലൊരു വേറൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു AMA ഡിസ്ചാർജ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? AMA against medical advisor, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് ചെയ്ത് പോകുന്നതാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? AMA ഡിസ്ചാർജ് against medical advice ആ വാക്കിൽ തന്നെയുണ്ട് എന്താണ് ഈ AMA ഡിസ്ചാർജ് എന്നുള്ളത്. ഓക്കെ, ഇതിന് താഴെ തന്നിരിക്കുന്നുണ്ട് AMA ഫോം കണ്ടെയ്ൻസ്. ഇങ്ങനെ AMA ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസിന് ഒരു ഫോം കൊടുക്കും ഹോസ്പിറ്റലിൽ നിന്ന്. ആ ഫോം നമ്മൾ കൺസെന്റ് ഫോം പോലെ തന്നെ ഒരു ഫോം കൊടുക്കും. AMA ഡിസ്ചാർജ് ഫോം എന്നുള്ളൊരു ഫോമാണ്. ആ ഫോം നമ്മൾ വായിച്ചു നോക്കിയിട്ട് പേഷ്യന്റ് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഡിസ്ചാർജ് പൂർത്തിയാകുള്ളൂ. ഇനി എന്താണ് ഒരു AMA ഫോം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് നോക്കാം. I am leaving in the hospital war against the medical advice. Doctor explained to me about my disease's condition and the effect of discharged medical advice. Doctors, hospital and staff will not be responsible for any ill effects that may happen after my departure. അല്ലെ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിട്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് ഞാൻ ഡിസ്ചാർജ് വാങ്ങിക്കുന്നു. ഡോക്ടർ എക്സ്പ്ലെയിൻ ടു, ഡോക്ടർ എന്റെ അസുഖത്തെ കുറിച്ചും ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചും ഇഫക്ട്സ്, അതായത് ഇതുമൂലം വരാവുന്ന എന്തൊക്കെയാണ് ഇഫക്ട്സുകൾ വരാൻ പോകുന്നതിനെ കുറിച്ചും ഡോക്ടർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. Then doctor and hospital staff, ഡോക്ടേഴ്സും ഹോസ്പിറ്റലിലെ സ്റ്റാഫും റെസ്പോൺസിബിൾ അല്ലാന്ന്. ഞാൻ ഇവിടെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും ഇവര് ഡോക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫും ഉത്തരവാദികളല്ല. അതാണ് നമ്മൾ ആ ഒരു ഫോമിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ഈ ഒരു ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ നെയിമും റിലേറ്റീവിന്റെ നെയിമും ദെൻ റിലേഷൻ, നമ്മൾ കൺസെന്റ് ഫോം ഒക്കെ സൈൻ ചെയ്യുന്നത് പേഷ്യന്റിന്റെ ഒരു റിലേറ്റീവ് ആയിരിക്കുമല്ലോ. സോ ഇത് വായിച്ചതിന് ശേഷം ഇത് സൈൻ ചെയ്തിട്ട് മാത്രമേ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് കൊടുക്കുകയുള്ളൂ. കാരണം അവൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് റിലീവ് ചെയ്ത് പോകുന്നത്, അല്ലെ? അപ്പോൾ ട്രീറ്റ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. സോ ഈ പോകുന്ന പേഷ്യൻസിന് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം, അല്ലെ? മേ ബി ട്രീറ്റ്മെന്റ് പൂർത്തിയാകാതെ പോയതാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാം. സോ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ നഴ്സോ അതിൽ ഉത്തരവാദികളല്ല. എന്തുകൊണ്ടാണ്? അവരുടെ അഡ്വൈസ് പ്രകാരമല്ല ലീവ് ചെയ്തിരിക്കുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഓക്കെ, അതാണ് ആ ഒരു ഫോമിന്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. AMA ഡിസ്ചാർജ് വായിക്കാം, ആ ഫോം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അണ്ടർലൈൻ ചെയ്യണേ. റീസൺസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കട്ടോ, ഞാൻ പറയാൻ വരികയായിരുന്നു. റീസൺസ്, അതായത് ഇപ്പോ റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചിലവർക്ക് ഇതുപോലെ ട്രീറ്റ്മെന്റ് ഒരു 10 ദിവസം കിടക്കണമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. 5 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ വീട്ടില് പല റീസൺസുകളൊക്കെ ഉണ്ടാകും, അല്ലെ? നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അപ്പോഴും എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറോട് പോയി ചോദിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഡിസ്ചാർജ് വാങ്ങിച്ചു പോകും. ദെൻ ട്രീറ്റ്മെന്റിനോട് എതിർപ്പുള്ളവര് ചിലപ്പോ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, വേണ്ട കുഴപ്പമില്ല ഞങ്ങള് മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ ഒക്കെയാണ്, അങ്ങനെ അഡ്മിറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു രീതി ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്വാളിറ്റി കുറവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലില് നമുക്കറിയാം അത്ര ഫെസിലിറ്റികളൊന്നും ഇല്ല, എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ അതിനുള്ള പ്രത്യേക ഫെസിലിറ്റികളൊന്നും അവിടെ ഇല്ല എങ്കിലും നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നേ, മറ്റൊരു നല്ലൊരു കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ മാറ്റും. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന റീസൺസ്. റൊട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ചാർജ്, അതായത് ഇപ്പൊ ഒരു ഡോക്ടറിനെ നമ്മളൊരു പേഷ്യന്റ് പോയി കണ്ടു, 7 days അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, 7 days മരുന്നും കാര്യങ്ങളൊക്കെ ഒക്കെ ആയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയുന്ന ഇന്ന ദിവസം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഡിസ്ചാർജ് ചെയ്യുന്നതാണ് എന്ത്, റൊട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, AMA എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വന്തം ഇഷ്ടത്താൽ തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നതാണ്. അപ്പൊ അതിനൊരു AMA ഫോം കൂടി ഉണ്ട്. ക്ലിയർ ആയോ? ട്രീറ്റ്മെന്റ് കോസ്റ്റും കൊണ്ടും ഡിസ്ചാർജ് ആയി പോകും. അത് പറഞ്ഞു കുറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അല്ലെ? പോകുന്നതിന് പേഴ്സണൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാകാം.
ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും അല്ലെ, ചിലപ്പോൾ അത്രയും കോസ്റ്റ് മറ്റൊരു ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. ദെൻ അവിടെ നല്ല നമുക്ക് കെയറും ലഭിക്കുകയായിരിക്കും. അങ്ങനെയുള്ള പേഴ്സണൽ ഫാക്ടേഴ്സും വരാൻ മതില്ല. ഓക്കെ, വായിച്ചു നോക്കാട്ടോ AMA ഡിസ്ചാർജ്. ലാമ live against medical advice. live against medical advice. അടുത്തത് പഠിക്കാനുണ്ട്, വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ. AMA പഠിക്കുമ്പോൾ തന്നെ ലാമയെ കൂടി പഠിച്ചു വെച്ചോ, പഠിക്കാട്ടോ. AMA എന്ന് വെച്ചാൽ against medical advice. then അതിന്റെ ഫ്രണ്ടിൽ ഒരു എല്ലും കൂടി ചേർക്കുന്നുള്ളൂ. live against, LEAVE, live against medical advice. AMA അത് തന്നെ, live എന്ന് പറഞ്ഞാൽ live ചെയ്യുക എന്നുള്ളൊരു മീനിങ്. മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് live ചെയ്ത് പോകുക. Okay, live against medical advice. നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ, ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ടല്ലോ, അമ്മ പറയുന്നുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞതോളൂ. ക്ലിയർ ആണോ? ആഴ്ചയെല്ലാവരും AMA ഫോം നോക്കുക, then AMA ഡിസ്ചാർജ്. അപ്പൊ AMA ഫുൾ ഫോം നോക്കണം, അതിലും റീസൺസ് നോക്കാം പ്രത്യേകം. റീസൺസ് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. AMA ഡിസ്ചാർജിന്റെ വെറൈറ്റി റീസൺസ് എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് സെന്റൻസ് ഉണ്ടല്ലോ, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കും. Okay, next one നോക്കാം. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. നമ്മൾ പറഞ്ഞു നല്ലൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോട്ട് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഡിസ്ചാർജ് വാങ്ങിക്കുന്നു. Either as referral or as by patient request, transfer to another healthcare facility refer to process of moving a patient from one hospital or healthcare facility to another. കണ്ടോ, ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ചിട്ട് നല്ലൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോട്ട് പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. Then usually for the purpose of getting specialized medical care or services that are not available at the present facility. Present facility ഇപ്പോ നിലവിലുള്ള ഹോസ്പിറ്റലിൽ ചിലപ്പോൾ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഉണ്ടായിരിക്കില്ല, അതിനുള്ള സേവനങ്ങളൊന്നും ഇല്ല എങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനദർ നല്ലൊരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഉള്ള ഫെസിലിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. The transfer may be arranged by healthcare provider or hospital where patient is presently receiving care. അപ്പോ എന്താണ് പറയുന്നത്? നമ്മള് പേഷ്യന്റിനെ നമ്മൾ ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ചിലപ്പോ ആംബുലൻസ് ഒക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നിന്നിരുന്ന ഹോസ്പിറ്റൽ ഏതാണോ അവിടുന്ന് തന്നെ അവരെന്ത് ചെയ്യും? ആംബുലൻസും മറ്റും സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറില്ലേ? ഉണ്ടോ? നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ ചിലപ്പോൾ കുറച്ച് നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു ടൈമിൽ നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു. Then or it may be requested by the patients or their family due to a valid reason. അല്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധുപരമായിട്ടുള്ള ഒരു കാരണങ്ങളാലാണ് പേഷ്യൻസിന്റെ ഫാമിലിയും അതുപോലെ ട്രാൻസ്ഫറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ചോദിക്കുന്നത് എപ്പോഴാണ്? ഫെസിലിറ്റിയുടെ അഭാവം മൂലമാണ് അല്ലെ? ചിലപ്പോ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ടാവില്ല. ഇപ്പോ ഇൻ കേസ് ഒരു കാർഡിയാക് പ്രോബ്ലം ആയിട്ട് വന്ന പേഷ്യൻസ് ആണെന്ന് വിചാരിക്കാം. സോ ആ ഹോസ്പിറ്റലിൽ അതിനുള്ള കാർഡിയാക് സർജറി ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്പെഷ്യൽ ഡോക്ടേഴ്സിന്റെ അഭാവം ഉണ്ടായിരിക്കാം. സോ അത്തരത്തിലുള്ള കേസിൽ ഫാമിലി എന്ത് ചെയ്യും? പോയിട്ട് പറയും നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് തന്നെ നമ്മൾ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാനാണ്. സോ ഒരു റിക്വസ്റ്റ്, അതിനൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടാകുന്നു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്. A physician's referral form is used to refer patients to a specialist for medical treatment while transferring to another hospital. ഇനി നമ്മളൊരു പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുവരെ ആ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ, ഫിസിഷ്യൻ ഒരു റെഫറൽ ഫോം എഴുതി കൊടുക്കും. ഈ റെഫറൽ ഫോം നമ്മൾ അനദർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്ത് വേണം? അവിടെ നമ്മൾ കൊടുക്കണം. എന്തായിരിക്കും റെഫറൽ ഫോമിൽ എഴുതിയിരിക്കുന്നത്?
എന്തായിരിക്കും റെഫറൽ ഫോമിൽ എഴുതുന്നത്? എന്തായിരിക്കും എഴുതിയിരിക്കുക? നമ്മൾ അത്രയും ദിവസം അവിടെ ആ പേഷ്യന്റിന് കൊടുത്തു വരുന്ന ട്രീറ്റ്മെന്റ്സുകൾ അല്ലെ, മെഡിസിൻ ആയിക്കൊള്ളട്ടെ, ഇഞ്ചക്ഷൻ ആണോ, മറ്റു ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടോ, സോ ഇത്തരത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അദ്ദേഹം ആ റെഫറൽ ഫോമിൽ കൊടുക്കുന്നത്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡ് പോലെ തന്നെ ഇതൊക്കെയാണ് റെഫറൽ ഫോമിൽ ഈ പേഷ്യൻസിനെ നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്യുന്നു എന്നൊരു ഫോമും നമ്മൾ റെഫർ ചെയ്യുന്ന ടൈമിൽ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വരുന്നത്. ക്ലിയർ ആണോ? പേഷ്യന്റിന് നമ്മൾ ഉയർന്ന അല്ലെ നല്ലൊരു ഫെസിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു ടൈമിലും നമ്മൾ ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. വായിച്ചു നോക്കാം കേട്ടോ. Transfer to another healthcare facility. Underline ചെയ്യേണ്ടത് ഇവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കണ്ടോ? Transfer to another healthcare facility refer to the process of moving a patient from one hospital or healthcare facility to another. അറിയാലോ, അത് കുഴപ്പമില്ല, അതറിയാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്ത് അണ്ടർലൈൻ ചെയ്യണമെന്ന് പറയാണ്ടിരുന്നത് കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു അനന്തര ഫെസിലിറ്റിയിലോട്ട് മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടേക്കോ, അറിയാലോ, പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്. Transfer to another healthcare facility refers to the process of moving a patient from one hospital or healthcare facility to another. Okay, then what's now? ഫിസിഷ്യൻ ഉദ്ദേശിക്കുന്നത് അതുവരെ ചെയ്തിട്ടുള്ള ഡോക്ടർ, അതുവരെ കെയർ കൊടുത്ത ഡോക്ടറാണ് കേട്ടോ ഫിസിഷ്യൻ ഉദ്ദേശിക്കുന്നത്. വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ദെൻ ലാസ്റ്റ് നാലാമത്തെ കൂടി കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ഉള്ള നാലാമത്തെ ടൈപ്പ് ആണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നൊക്കെ തന്നെയാണ് കേട്ടോ മീനിങ്, ഏകദേശം പാലിയേറ്റീവ് കെയർ പോലെയൊക്കെ തന്നെ നോക്കാം. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ മീൻസ് the process of transferring a patient from a hospital or healthcare facility to specialized program or facility that provide end-of-life care for patients with a serious or terminal illness. Underline ചെയ്യാം. ഇവിടെ നിന്ന് underline ചെയ്യാം. Last sentence കണ്ടോ? Facility that provide end-of-life ആണ് main point അതിലെ end-of-life care for patients with a serious or terminal illness. Okay. നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട്, അതായത് ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവുള്ള പേഷ്യൻസ് മീൻസ് ഒരു അത്രയും വർഷത്തേക്ക് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വരുമ്പോൾ അവർക്കൊരു നമ്മുടെ പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള ഒരു ഇതിനകത്തോട്ട് നമുക്ക് അവർ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു എത്രത്തോളം ഉണ്ട് അവരുടെ ആയുസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം അങ്ങനെ ഒരു ലൈഫിന്റെ ഒരു എൻഡിങ് സ്റ്റേജ് ഒക്കെ ആണത്. സോ ആ ഒരു ടൈം തുടങ്ങിയിട്ട് നമ്മൾ ഇവർക്കൊരു എന്താണ് ഒരു എന്റർടൈൻമെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻഡ് ഓഫ് ലൈഫ് കെയർ, ജീവിത അവസാനം വരെയുള്ള ഒരു കെയർ ലഭിക്കുന്നതിന് നമ്മള് എക്സാമ്പിള് പറയുന്നു എന്നാണോ എന്താ മനസ്സിലായില്ല കേട്ടോ. അതായത് നമ്മള് ഇപ്പൊ പാലിയേറ്റീവ് കെയറിലോട്ടൊക്കെ നമ്മള് പേഷ്യൻസിനെ നമ്മൾ പാലിയേറ്റീവ് കെയറിലേക്ക് ചിലപ്പോ ആരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാകും അല്ലേ. അതായത് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നും നമ്മള് പേഷ്യന്റിനെ ഇതുപോലെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വളരെ കിടപ്പായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മള് അവർക്കൊരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് എൻഡ് ഓഫ് ലൈഫ്, ജീവിത അവസാനം വരെയുള്ള ഒരു കെയർ ആണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് മെഡിസിൻ കഴിച്ചത് മാറുന്നു ഉറപ്പൊന്നുമില്ല. ഹോസ്പിറ്റൽസ് എന്റർടൈൻമെന്റും ട്രീറ്റ്മെന്റ്സും എല്ലാം കൂടി ഉൾപ്പെടുന്നത്. അല്ലാതെ ട്രീറ്റ്മെന്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് കുറച്ച് ജീവിതാവസാനം വരെയുള്ള കുറച്ച് എന്റർടൈൻമെന്റ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പരിചരിക്കുക. ഓക്കെ. ചിലപ്പോൾ ആരും നോക്കാനൊക്കെ ഇല്ലാത്തവർക്ക് കൂടുതലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റൽസിലൊക്കെ ആയിരിക്കും അവരുടെ ജീവിതാവസാനം വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ തന്നെയായിരിക്കും അവർ ചിലവഴിക്കുന്നത്. സോ അവർക്കുള്ള പരിചരണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് എന്താ പറയാ, നമ്മളിപ്പോ എവിടെയെങ്കിലും വിസിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പാലിയേറ്റീവ് കെയറോ അല്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാറുണ്ട് അല്ലെ. ചിലപ്പോൾ ആരും പോലും നോക്കാറില്ലാത്തവരൊക്കെയാണ്. ചിലപ്പോ തീരെ കിടപ്പായിട്ടുള്ള അവശരായിട്ടുള്ളവരുണ്ടാവും. സ്ഥിരം മെഡിസിൻസ് കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും ആ കൂട്ടത്തില് അല്ലെ. അപ്പൊ അവരുടെ ജീവിതാവസാനം വരെ അവർ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അല്ലെ. വേറെ ഹോസ്പിറ്റലിലേക്കോ അങ്ങനെ ഒന്നുമില്ല. ജീവിതാവസാനം വരെ അവർക്ക് മെഡിസിൻസും കാര്യങ്ങളും ഇതുപോലെ എന്റർടൈൻമെന്റ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾ അങ്ങനെ വിസിറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് അങ്ങനെ ഒന്ന് വിസിറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. വർഷത്തിൽ ഒരു വട്ടമെങ്കിലും അങ്ങനെ നമ്മള് പാലിയേറ്റീവ് കെയർ മീൻസ് ഇതുപോലെയുള്ള വൃദ്ധസദനങ്ങളോ അല്ലെങ്കിൽ എന്താണ് അനാഥരായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ഏരിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് വിസിറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇനിയൊന്നും ചെയ്യാനില്ല. അത് തന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇങ്ങനെയൊക്കെ ഒന്ന് വിസിറ്റ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. സജഷൻ മാത്രം ഞാൻ പറഞ്ഞതല്ലേ. ഇടയ്ക്ക് എപ്പോഴും പോകണമെന്നല്ല പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ജോലിയൊന്നും ആയിട്ടുണ്ടാവില്ല. മേ ബി ഫ്യൂച്ചറിൽ എന്തായാലും ജോലിയൊക്കെ ആകുമല്ലോ. അപ്പൊ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. വിസിറ്റ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ മക്കളെയും കൂടി അത് കാണിച്ചു കൊടുക്കുക. ഗാന്ധിഭവൻ എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത്, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമ്മളുടെ അടുത്ത് എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഒന്ന് പോകുക. എപ്പോഴും പോകണമെന്നല്ല. ചിലപ്പോൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കാണിക്കും. അപ്പൊ അവരിലേക്കും ആ ഒരു ശീലമൊക്കെ ശരിക്കും എത്തും. ഓക്കെ. നമ്മൾ എത്രയോ പൈസകൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കാറുണ്ട് അല്ലെ. അപ്പോ അങ്ങനെ എല്ലപ്പോഴും നമ്മുടെ ലൈഫിൽ ഏറ്റവും എന്താ പറയാ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് അല്ലെ. ഓക്കെ. അപ്പൊ പറഞ്ഞത് നമ്മൾ ജോലിയൊക്കെ കിട്ടി ഭാവിയിൽ എല്ലാവരും അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. Then discharge to hospice or palliative care. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. അപ്പൊ 4 ടൈപ്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് ഡിസ്ചാർജസ് ആണ് നോക്കിയത്. എന്തൊക്കെയായിരുന്നു? റൊട്ടീൻ ഡിസ്ചാർജ്, AMA ഡിസ്ചാർജ്, then transfer to another facility, discharge to hospice or palliative care. 4 ടൈപ്പ് ഡിസ്ചാർജ് ആണ് നമ്മൾ നോക്കിയത്. 4 ടൈപ്പ് ഒക്കെയാണ് എല്ലാവർക്കും ക്ലിയർ ആണോ? പഠിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാരണം നമ്മൾ റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 4 ടൈപ്പ് പേരെങ്കിലും പഠിച്ചു എല്ലാവരും. റൊട്ടീൻ ഡിസ്ചാർജ്, AMA, ട്രാൻസ്ഫർ, then hospice or palliative. 4 പേരുകളെങ്കിലും പഠിച്ചോ? ഓക്കെ. then ഓക്കെ ആണല്ലോ. ഇനി ഇടക്കിടക്ക് ടീച്ചർ ഇങ്ങനെ വായിപ്പിച്ചിട്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്.
നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരാതെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വായിച്ചതിന് ശേഷം ഞാൻ അടുത്ത് പറഞ്ഞെടുക്കുന്നത് കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് എടുത്തു പോകാം, പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ വേണ്ട അല്ലെ. എടുക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഓരോ പാരഗ്രാഫും ഞാൻ വായിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ചിലർക്ക് ടീച്ചർ ഒരു പാരഗ്രാഫ് കഴിയുമ്പോൾ അപ്പൊ തന്നെ വായിക്കാൻ പറയുമ്പോൾ ചിലപ്പോ എന്താണ് ഒരു ബോറിംഗ് ഒക്കെ തോന്നും നിങ്ങൾക്ക് അല്ലെ. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലവർക്ക് കുറച്ചും കൂടി എടുത്തിട്ട് വായിച്ചാൽ മതിയല്ലോ ചിന്ത ഉണ്ടാകാം. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി. എല്ലാ ടീച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു വേ ആണല്ലോ. എന്റെ ഒരു വേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലോ, ഓക്കെ. നോക്കാം. Things you can implement right away to remove the obstacles in your discharge process and improve revenues. അതായത് കുറെ വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ട്. കാര്യം ഇത്രേ ഉള്ളൂ. ഡിസ്ചാർജ് പ്രോസസ്സിന്റെ പ്രക്രിയയിലെ തടസ്സങ്ങൾ മാറ്റാനായിട്ടും അതുപോലെ തന്നെ റവന്യൂ, അതായത് റവന്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? റവന്യൂ ആണ്. ചുമ്മാ ഫ്രീ സേവനങ്ങളല്ലല്ലോ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അറിയാലോ. ഫ്രീ സേവനമാണോ കൊടുക്കുന്നത്? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും അല്ലെ. പല പല ബില്ലുകളായിട്ട് വരും. നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് തന്നെ. സോ ഈ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പ്രോസസ്സിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിനെ മാറ്റാനുള്ള മാർഗങ്ങളും ഈ തടസ്സങ്ങളോടൊപ്പം തന്നെ നമ്മുടെ റവന്യൂ ആണ് അത് അല്ലെ. ഈ റവന്യൂ ഉടനടി നടപ്പിലാക്കാനും അല്ലെങ്കിൽ എന്താ പറയാ റവന്യൂ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോയിന്റ്സുകളാണ്. അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ 6 പോയിന്റ്സ് ആണ്. ജസ്റ്റ് 6 പോയിന്റ്സ് നിങ്ങളത് പഠിച്ചു വെക്കണം. ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, മനസ്സിലാക്കി പഠിച്ചാൽ മതി. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും കേട്ടോ. പെട്ടെന്ന് ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവിടെ. നോക്കാം. Things you can implement right away to remove the obstacles in your discharge process and improve revenue. നോക്കാം. The administration must ensure, ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ. എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലെ. നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ബില്ലിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുക. ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. ഇന്ന് നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ എല്ലാവർക്കും തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളും ചാർട്ടുകളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ആക്യുറസി ഉണ്ടാവും അല്ലെ. കണക്കുകൾക്ക് കാര്യങ്ങൾക്ക് നമ്മൾ എഴുതുന്നതിലുപരിയായിട്ട് നല്ലൊരു ആക്യുറസി ഉണ്ടാവും. Then discharge planning during admission. അഡ്മിഷന്റെ ടൈമിലൊക്കെ തന്നെ ഡിസ്ചാർജ് പ്ലാനിങ്ങും കൂടി നടത്തണമെന്ന്. അതായത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ എത്ര ദിവസമാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ആ ഒരു അഡ്മിഷന്റെ പ്ലാനിങ് ഒക്കെ ചെയ്യണം. കാരണം അതിന്റെ പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി പ്ലാനിങ് ഒക്കെ ചെയ്യുക. ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. കെയർ പരിചരണത്തിന്റെ ഒരു കെയർ എല്ലാം ഒന്ന് മെച്ചപ്പെടുത്താണ്. അതായത് നല്ലൊരു ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും മറ്റ് സ്റ്റാഫുകളുടെ ആയാലും സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആയിട്ടുണ്ടെങ്കിലും നഴ്സിംഗ് സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നായാലും നല്ലൊരു കെയർ ഇംപ്രൂവ് ചെയ്യിക്കുക. പരിചരണം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക. ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. നല്ല രീതിയിലുള്ള ഒരു ബെഡ് മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരികയാണ് അല്ലെ. നമ്മള് ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ റൂം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, വാർഡിൽ പോലും കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. സോ അതൊക്കെ കൃത്യമായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ബെഡ് മാനേജ്മെന്റ്, ഓരോ എത്ര പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ ബെഡ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരികയാണ്. അപ്പൊ ഇത് പേഷ്യൻസിനും കുറച്ചും കൂടി എളുപ്പമാകും. ചില പേഷ്യൻസ് ഒക്കെ ഇതുപോലെ നമ്മൾ കാണാറില്ലേ, വരാമലയിലൊക്കെ കിടക്കുന്നതൊക്കെ ആയിട്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എന്താ പറയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പറ്റും ഇതൊക്കെ ബെഡ് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ്മെന്റ് ചെയ്യുക. Then last one, ensure discharge medications reaches us what as soon as possible അല്ലെ. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഡിസ്ചാർജ് മരുന്നുകൾ, അതായത് ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം നമ്മുടെ പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫോളോ അപ്പുകളും കൊടുക്കും. ദെൻ അതുപോലെ ചിലപ്പോൾ ഒരാഴ്ചത്തേക്കോ 5 ദിവസത്തേക്കോ മെഡിസിൻസുകളൊക്കെ നൽകും. സോ ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കുക പേഷ്യൻസിന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഈ പോയിന്റ്സുകൾ ഓർത്തിരുന്നാൽ മതി. ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, മനസ്സിലാക്കി പഠിക്കാം. വായിച്ചു നോക്കിക്കോ പോയിന്റ്സ്. പോയിന്റിന് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും പഠിക്കാനില്ല കേട്ടോ. ഒരുപാട് ഞാൻ പറഞ്ഞു പോകാത്തതാണ്, അതിന്റെ ആവശ്യമില്ല. പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കാം.
സിക്സ്ത് വൺ പറയുന്നത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡോക്ടർ മെഡിസിൻസ് തരും, അതുപോലെ തന്നെ എന്താണ് ഫോളോ അപ്പ് ഒക്കെ തരുമല്ലോ. സോ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തരുന്നു വിടുന്ന മെഡിസിൻസുകൾ എത്രയും പെട്ടെന്ന് മെഡിസിൻസുകളൊക്കെ കൊടുക്കാണ് പേഷ്യൻസിന്. ഓക്കെ, ഒരുപാട് ടൈം എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ പ്രോസസ്സും ബില്ലിങ്ങിന്റെ ടൈം ഒക്കെ എടുക്കുമ്പോൾ. സോ എത്രയും പെട്ടെന്ന് തന്നെ അവരെ വെയിറ്റ് ചെയ്യിക്കാത്ത രീതിയിൽ മെഡിസിൻസുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. as soon as possible, എത്രയും പെട്ടെന്ന് എന്ന് പറയില്ലേ, as soon as possible എന്ന് പറയില്ലേ, അതിനെയാണ് കേട്ടോ. വായിച്ചോ? 6 പോയിന്റ് വായിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് things you can improve right away to remove the obstacles in your discharge process. Okay, ഫോർത്ത് വൺ എന്തായിരുന്നു? അവർക്ക് കുറച്ചുകൂടി കെയർ കോർഡിനേഷൻ ഒക്കെ കൊണ്ടുവരികയാണ്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും നഴ്സസിന്റെ ആയിട്ടുണ്ടെങ്കിലും മറ്റ് സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി പരിചരണമൊക്കെ അവരുടെ ഇംപ്രൂവ് ചെയ്യിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള അസാപ്പ് ആണോ? അസാപ്പ് എന്ന് വെച്ചാൽ as soon as possible. നമ്മൾ നോർമലി പറയില്ലേ എത്രയും പെട്ടെന്ന്, വേഗത്തിൽ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ്. അത് ഫുൾ എന്താ പറയാ, ഫുൾ ഫോം ഒന്നും എക്സാമിന് ചോദിക്കൊന്നുമില്ല കേട്ടോ. അസാപ്പ് എന്നുള്ളത് as soon as possible എന്നവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജ് ടൈമിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കാം, പർപ്പസ്. To provide guidelines for the discharge of inpatients from hospital. നമ്മൾ എന്തൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പർപ്പസും കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. നോക്കാം പോളിസി, എന്തൊക്കെയാണ് പോളിസികൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, discharge procedures shall be followed to make sure that patients are discharged effectively and efficiently, allowing the most favorable resources. അല്ലെ, അതായത് രോഗികളെ നമ്മൾ ഫലപ്രദമായിട്ടും എഫിഷ്യന്റ് ആയിട്ടും അല്ലെ, എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ഡിസ്ചാർജ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യാം? allowing most favorable reasons. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അതായത് നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് ഒന്നും ഡിസ്ചാർജ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതിന് കുറെ നടപടി പ്രോസസ്സും പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അത് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്, അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് വൺ പറയുന്നത്, an authorized hospital discharge shall only be made by an order from the primary consultant. However, a patient may discharge himself, herself against medical advice. Okay, ഇപ്പൊ എന്താണ് പറയുന്നത്? രണ്ടാമതായിട്ട് പറയുന്നത്, ഒരു പ്രൈമറി കൺസൾട്ടന്റ്, ഒരു പ്രാഥമിക കൺസൾട്ടന്റിന്റെ ഉത്തരവിലൂടെ മാത്രമേ നമ്മൾ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതായത് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഡോക്ടർ, ഒരു പ്രൈമറി ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ദെൻ അതുകൂടാതെ നമ്മൾ പറഞ്ഞല്ലോ AMA പ്രൊസീജിയർ വെച്ചിട്ടും എന്ത് ചെയ്യുന്നു? പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യുന്നു. എന്നാലും പക്ഷെ ഒരു രോഗിക്ക്
നമ്മൾ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിലൂടെയും ഡിസ്ചാർജ് ചെയ്യാവുന്നത്. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അംഗീകൃതമായിട്ടുള്ള ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൈമറി കൺസൾട്ടിന്റെ വഴിയുള്ള ഡിസ്ചാർജ് ആണ്. അതായത് ചികിത്സയ്ക്ക് ശേഷം ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് ചെയ്തതാണ്. ഹൗവർ അല്ലെ, പക്ഷെ എന്നിരുന്നാലും പേഷ്യന്റ് എന്ത് ചെയ്യുന്നു, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ടും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. Then മൂന്നാമതായിട്ട് പറയുന്നത് the consultant or his designee shall document discharge instructions in the patient's medical record at the time of anticipated discharge. Designee എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? designee ഡിസ്ചാർജ് തീരുമാനിക്കുന്ന വ്യക്തി, അതായത് ഡോക്ടർ അല്ലെ. designee ഡോക്ടർ ആണ്. ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ. അപ്പോ ഇവിടെ പറയുന്നത് the consultant or his designee, അതായത് ഡോക്ടർ ആവാം അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തി, ഫിസിഷ്യനോ ഡോക്ടറോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. ദെൻ അദ്ദേഹം എന്ത് വേണം? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജ് ടൈമില് ഇൻസ്ട്രക്ഷൻസ് എഴുതിയിരിക്കണം എന്ന്. അതായത് നമ്മള് ഡിസ്ചാർജിന്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ കൃത്യമായിട്ടും ഈ ഒരു കൺസൾട്ടന്റ് രേഖപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോളോ അപ്പിൽ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങള് നമ്മള് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കി. കുറച്ചധികം ഉണ്ട് കേട്ടോ പോളിസി. ഇത് കണ്ട ആരും പേടിക്കണ്ട. ഇമ്പോർട്ടന്റ് ആന്റിസിപ്പേറ്റഡ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിസ്ചാർജ്. അതായത് ഇന്ന ദിവസം നമ്മൾ ഡിസ്ചാർജ് ആയി നമ്മൾ പറയുമല്ലോ ഓൾറെഡി. സോ ആ പ്രതീക്ഷിക്കുന്ന ഡിസ്ചാർജ്. ഓക്കെ, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, കുഴപ്പമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. ഇത് കാണുമ്പോൾ എല്ലാവർക്കും തന്നെ ഇച്ചിരി ബോറായി തോന്നിക്കാണെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല കേട്ടോ. മൂന്നെണ്ണം നമ്മൾ ആദ്യത്തെ വായിച്ചിട്ടുണ്ട്. അത് മൂന്നും ഒന്ന് വായിച്ചു നോക്കി. ഒരുപാട് എടുത്ത് ബോറാക്കണില്ല. മൂന്നെണ്ണം വായിച്ചു നോക്കാം. Designee means ഡിസ്ചാർജ് തീരുമാനിക്കുന്ന ആളെന്ന് പറയില്ലേ, ആ ഒരു വ്യക്തി. കൺസൾട്ടന്റ് ഓർ designee, കൺസൾട്ടന്റ് തന്നെ. ഓക്കെ, ഫിസിഷ്യൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഡോക്ടർ. ഡിസ്ചാർജ് തീരുമാനിക്കുന്ന ആളെ നോക്കിയപ്പോഴോ ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു ഫിസിഷ്യനോ ഡോക്ടറോ ആയിരിക്കാം. ഓക്കെ, വായിച്ചോ? അടുത്ത 3 പോയിന്റ് കൂടി ഒന്ന് പറയാം. അടുത്ത 3 പോയിന്റ് ചെറിയ പോയിന്റ്, കുഞ്ഞു പോയിന്റുള്ള ഇത് കൂടി നമുക്ക് പറയാം. Fourth one, a discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. ഇനി അപ്പൊ ഒരു ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യണമെന്ന് പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ഈ ഡിസ്ചാർജ് സമ്മറി പേഷ്യൻസിന് കൊടുക്കാം. ഡിസ്ചാർജ് സമ്മറി എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞിരുന്നോ, നിങ്ങളോടാണോ പറഞ്ഞത് ഡിസ്ചാർജ് സമ്മറി നോക്കണം എന്ന് വീട്ടിൽ പോയിട്ട്? നിങ്ങളോടാണോ പറഞ്ഞത്? ഏത് ബാച്ചിനോടാണെന്ന് ഓർമ്മയില്ല. ആണോ? ഡിസ്ചാർജ് സമ്മറിയുടെ കാര്യം ഇവിടെയാണോ പറഞ്ഞത്? അല്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ആകുമല്ലോ. ഈ അഡ്മിറ്റ് ആകുന്ന ടൈമില് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി നമുക്ക് തരും. കണ്ടിട്ടുണ്ടോ? സോ ഇതിൽ കാർഡ് പോലെ ആയിരിക്കും. അതിനകത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വീട്ടിൽ വല്ല പഴയ ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. അന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് നമുക്കിത് പഠിക്കാനുണ്ട്. വീട്ടിലുണ്ട് ഉണ്ടെങ്കിൽ നാളെ അതൊരു ടാസ്ക് ആയിട്ട് ഞാൻ തരാം, അല്ലെ? അപ്പൊ ഒന്ന് നോക്കിയിട്ട് വന്നോ കേട്ടോ. വീട്ടിലുള്ളവർ പ്രത്യേകം നോക്കാം. മറന്നു നോക്കരുതല്ലോ. ഞാൻ ചിലപ്പോൾ മറന്നു നോക്കും. അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ചോദിക്കാം. അപ്പൊ ഡിസ്ചാർജ് സമ്മറിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്നോട് പറയണേ. പഴയ ഡിസ്ചാർജ് സമ്മറി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിതട്ടിയൊക്കെ എടുത്ത് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുക.
ദെൻ അത് പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ പേഷ്യൻസിന് കൊടുക്കുന്നു. വേറെ ഒന്നല്ല, അത് വരെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറയണില്ല, നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് പറയണം. ദെൻ ഫിഫ്ത്ത് വൺ നോക്കാം. The ward sister shall be the responsible person to ensure compliance with the policy line billing duration, finish discharge process, etc. ഡിസ്ചാർജിന്റെ ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങളും ബില്ലിങ്ങും അതുപോലെ തന്നെ ബില്ലിങ്ങും മറ്റു പോളിസിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വാർഡ് സിസ്റ്റർ ആയിരിക്കുന്നത്. ആ വാർഡിലെ സിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ബില്ലിങ്ങും പോളിസീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് പേഷ്യന്റിന്. Then the discharge summary shall contain all patient details. ഡിസ്ചാർജ് സമ്മറി കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്, പേഷ്യൻസിന്റെ ഓൾ ഡീറ്റെയിൽസ് ആണ്. പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളുമാണ് ഡിസ്ചാർജ് സമ്മറി കണ്ടെയ്ൻ ചെയ്യുന്നത്. Then in case of death, the discharge summary must include the cause of death. ഇനി ആൾ മരണപ്പെട്ടു പോയിട്ടുള്ള കേസ് ആണെങ്കിൽ ആ കോസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണം കൂടി ഈ നമ്മള് ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ ചികിത്സയുടെ ആ ഒരു ടൈമിൽ ചികിത്സ നടന്നുകൊണ്ടിരുന്ന ടൈമിൽ ചിലപ്പോൾ ആള് ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെത്തിന്റെ റീസണും കൂടി നമ്മൾ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റ് തുടങ്ങി 7th പോയിന്റ് വരെ ഒന്ന് വായിക്കാം കേട്ടോ. 7th വരെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. 7th വരെ വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മള് പോളിസിയില് 7 പോയിന്റ് വരെയാണ് നമ്മൾ വായിച്ചത് കേട്ടോ. ഇനി പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് എടുത്തിന് ബോറാക്കണ്ടല്ലോ. ഇനി അധികം ടൈം ഇല്ല, അപ്പൊ ഒരുപാട് ഞാൻ എടുക്കണില്ല. ഓക്കെ ആണോ? അത്രയും പോരെ മതി ഇന്നത്തെ ക്ലാസ്? ഓക്കെ ആണോ? അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? പുതിയൊരു ചാപ്റ്റർ ആണ്, ഡിസ്ചാർജ് പ്രോസസ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. അപ്പൊ അതില് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയത് എന്താണ് ഡിസ്ചാർജ് എന്ന് പഠിച്ചു. ദെൻ 4 ടൈപ്പ് ഓഫ് ഡിസ്ചാർജ്, ദെൻ ഡിസ്ചാർജിന്റെ പോളിസീസ് ആണ് നമ്മൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? പഠിച്ചില്ല അത്രയും? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം. സോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഡിസ്ചാർജ് സമ്മറി. എവിടെയെങ്കിലും ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ, ഇനി ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ കണ്ടെത്താനൊന്നും നടക്കണ്ട കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും ഒന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thanks, ma'am.